ഉൽപ്പന്നങ്ങൾ പുറം രാജ്യങ്ങളിലേക്കും കയറ്റി അയക്കാനുള്ള ഒരുക്കത്തിൽ റെയ്ഡ്കോ ബ്രാൻഡ് അരി വിപണനോദ്ഘാടനം മാവിലായി റെയ്ഡ്കോ ഫാക്ടറിയിൽ നടന്നു. സംസ്ഥാന സഹകരണ രജിസ്ട്രാർ ഡി സജിത് ബാബു ഉദ്ഘാടനം ചെയ്തു. റെയ്ഡ്കോ ബ്രാൻഡഡ് റൈസ് ആൻഡ് സ്ക്വാഷ് ആഭ്യന്തര വിപണനത്തിന്റെയും വിദേശ കയറ്റുമതിയുടെയും ഔദ്യോഗിക ഉദ്ഘാടനമാണ് മാവിലായി റെയ്ഡ്കോ കറി പൗഡർ ഫാക്ടറിയിൽ നടന്നത്. പുതിയ 8 തരം റെയ്ഡ്കോ ബ്രാൻഡഡ് അരികളായ പാലക്കാടൻ മട്ട, പൊന്നി, കുറുവ, ബസ്മതി, ജീരകശാല, US സ്റ്റൈൽ, ഇഡലിയരി, ദോശയരി എന്നിവയാണ് വിപണിയിലിറക്കിയത്. സംസ്ഥാന സഹകരണ രജിസ്ട്രാർ ഡി സജിത് ബാബു ഉദ്ഘാടനം ചെയ്തു. റെയ്ഡ്കോ എന്നത് മലയാളികളുടെ മനസ്സിൽ പതിഞ്ഞ ഒരു ബ്രാൻഡ് നെയിമാണെന്നും റെയ്ഡ്കോ എന്ന ബ്രാൻഡിനെ എങ്ങനെ ക്യാപിറ്റലൈസ് ചെയ്യാമെന്നും റെയ്ഡ്കോയെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായി നിയമത്തിന്റെ ഭാഗത്തുനിന്നും എല്ലാവിധ സഹായ സഹകരണങ്ങൾ ഉണ്ടാവുമെന്നും സജിത് ബാബു പറഞ്ഞു. വളരെ നല്ല, ഞാൻ ചെയർമാനെ അന്ന് ഒരുപക്ഷെ വിളിപ്പിക്കേണ്ടി വന്നതാണെങ്കിൽ പോലും എനിക്ക് റെയ്ഡ്കോയെ കുറിച്ച് വളരെ വലിയ അഭിമാനമാണുള്ളത്. കാരണം ഞാൻ പലപ്പോഴും ഗൾഫിലും അതുപോലെ ഫോറിൻ കൺട്രീസിലൊക്കെ പോകുമ്പോഴത്തേക്കും റെയ്ഡ്കോ എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് അതിന് എസ്റ്റാബ്ലിഷ് ആണ്. ഓരോ മലയാളിയുടെ ഉള്ളിലും റെയ്ഡ്കോ എന്നൊരു ബ്രാൻഡ് ഉണ്ട്. ഞാൻ ചെയർമാനോട് ആവശ്യപ്പെട്ടതാണ് ആ ബ്രാൻഡ് നമ്മളെങ്ങനെ ക്യാപിറ്റലൈസ് ചെയ്യാൻ വേണ്ടി പറ്റും. കാരണം റെയ്ഡ്കോ എന്നുള്ളത് മലയാളിയുടെ മനസ്സിൽ പതിഞ്ഞ ഒരു ബ്രാൻഡ് നെയിമാണ്. ആ ബ്രാൻഡ് നെയിം നമുക്ക് എത്രയും നന്നായി മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി പറ്റും. അതിന് എന്ത് സഹായം വേണമെങ്കിൽ ചോദിച്ചുകൊള്ളു എന്ന് പറഞ്ഞാൽ എന്ത് സഹായവും നിയമത്തിൻ്റെ ഉള്ളിൽ നിന്ന് ചെയ്യാൻ കഴിയുന്ന മുഴുവൻ സഹായവും വകുപ്പ് നിങ്ങൾക്ക് ചെയ്യുമെന്ന് ഞാനിവിടെ ഉറപ്പു തരികയാണ്. ഞാനുള്ളിടത്തോളം കാലം. റെയ്ഡ്കോ ചെയർമാൻ M. സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. വിവിധ രാജ്യങ്ങളിലേക്കും ഇന്ത്യയിലെയും കേരളത്തിലെയും പ്രധാന കമ്പോളങ്ങളിലേക്കും റെയ്ഡ്കോ ഉൽപ്പന്നങ്ങൾ എത്തിക്കാനുള്ള ചുവടുവയ്പ്പാണ് ഈ പദ്ധതിയെന്ന് M. സുരേന്ദ്രൻ പറഞ്ഞു. റെയ്ഡ്കോ കേരള ലിമിറ്റഡിൻ്റെ ഭക്ഷ്യോൽപ്പന്ന മേഖല വളരെ സജീവമായി വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ ഉൽപ്പന്നങ്ങൾ കഴിഞ്ഞ വർഷം വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കുകയുണ്ടായി. അതിനിടയിൽ പല ഉൽപ്പന്നങ്ങളും മറ്റു പല രാജ്യങ്ങളിലേക്കും കയറ്റി അയച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനിയും കൂടുതൽ യൂറോപ്യൻ രാജ്യങ്ങളിലേക്കടക്കം കയറ്റി അയക്കാനുള്ള ഒരു ഭഗീരഥ യത്നത്തിലാണ് റെയ്ഡ്കോ ഇപ്പോൾ ഏർപ്പെട്ടിട്ടുള്ളത്. ഇപ്പോൾ റെയ്ഡ്കോ ബ്രാൻഡിലുള്ള 7 തരം അരി ഗൾഫ് രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കാനുള്ള തീരുമാനം കൈക്കൊള്ളുകയും ഇത് റെയ്ഡ്കോവിൻ്റെ ചരിത്രത്തിൽ വളരെ പ്രശസ്തമായ അംഗീകാരം കിട്ടുന്ന ഒരു പദ്ധതിയാണ്. കൂടുതൽ രാജ്യങ്ങളിലേക്കും കേരളത്തിലെ പ്രധാനപ്പെട്ട കമ്പോളങ്ങളിലേക്ക്, ഇന്ത്യയിലെ കമ്പോളങ്ങളിലേക്ക് റെയ്ഡ്കോ ഉൽപ്പന്നങ്ങൾ എത്തിക്കാനുള്ള സജീവമായ പ്രവർത്തനങ്ങൾ നടത്താനുള്ള ഒരു ചുവടുവയ്പ്പാണ്. അരികൾക്ക് പുറമെ വിവിധ തരം സ്ക്വാഷ് ഉൽപ്പന്നങ്ങളുടെയും റെയ്ഡ്കോ ജൈവവളങ്ങളുടെയും വിപണനോദ്ഘാടനവും നടന്നു. ഉദ്ഘാടന ചടങ്ങിൽ റെയ്ഡ്കോ ഡയറക്ടർമാരായ വാസു തോട്ടത്തിൽ, KK ഗംഗാധരൻ, O. നാരായണൻ, PK ബേബി റീന, ഫാക്ടറി മാനേജർ MK രാഹേഷ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക്, കണ്ണൂർ വിഷൻ.